കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ വികസനത്തിനായി വിഴിഞ്ഞം വില്ലേജിലെ 5 ഏക്കർ 81 സെന്റ് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾക്കിടെയാണ് പ്രമുഖ ബിൽഡറുടെ വൻ തട്ടിപ്പ് ശ്രമം. ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി 2016 മെയ് 28-ന് പ്രസ്തുത ഭൂമിയിൽ റവന്യൂ കോസ്റ്റ് ഗാർഡ് സംയുക്ത പരിശോധന നടന്നു. ഈ സമയം പൂവാർ വില്ലേജിൽപ്പെട്ട 30 ഏക്കർ സ്ഥലം കൂടി ഏറ്റെടുക്കണമെന്ന് കോസ്റ്റ് ഗാർഡ് ആവശ്യപ്പെട്ടു. പ്രമുഖ ബിൽഡറുടെ ഉടമസ്ഥതയിലുള്ള ഈ 30 ഏക്കറാണ് തട്ടിപ്പിന്റെ വേദി. സംയുക്ത പരിശോധന പൂർത്തിയായ ശേഷം ജൂൺ 13-ന് പൂവാർ സബ് രജിസ്ട്രാർ ഓഫീസിൽ അസാധാരണമായ സ്ഥല രജിസ്ട്രേഷൻ അരങ്ങേറി. കോസ്റ്റ് ഗാർഡ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച 30 ഏക്കർ ഭൂമി ഉടമസ്ഥാവകാശമുള്ള ബിൽഡർ സ്വന്തം മക്കളുടെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്തു. ഫെയർ വാല്യൂ കണക്കാക്കിയാൽ 2,24 ലക്ഷം രൂപയാണ് സ്ഥലത്തിന് ആകെ വിലയുള്ളൂ എന്നിരിക്കെ 130 കോടിയിലധികം രൂപ കാണിച്ചാണ് ആധാരം രജിസ്റ്റർ ചെയ്തത്. ചുരുക്കത്തിൽ സ്ഥലം ഏറ്റെടുക്കാൻ കോസ്റ്റ് ഗാർഡ് എത്തുമ്പോൾ ബിൽഡർ തട്ടാൻ ശ്രമിച്ചത് 130 കോടിയിലധികം രൂപ. ഭൂമിയുടെ രജിസ്ട്രേഷൻ ഇനത്തിൽ കോടികളുടെ നഷ്ടമുണ്ടായെന്ന് രജിസ്ട്രേഷൻ വകുപ്പും കണ്ടെത്തി. ഒരു കമ്പനിയുടെ പേരിലുള്ള ഭൂമി ഉടമയുടെ മക്കൾക്ക് ധനനിശ്ചയാധാരമായി രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്നിരിക്കെ 7 ധനനിശ്ചയാധാരങ്ങളായാണ് ബിൽഡർ മക്കളുടെ പേരിലേക്ക് ഭൂമി രജിസ്റ്റർ ചെയ്തത്. 1 ഏക്കർ 84 സെന്റ് സർക്കാർ ഭൂമിയും ഇതോടൊപ്പം രജിസ്റ്റർ ചെയ്തെന്നും തെളിഞ്ഞതോടെ വൻ ഭൂമി തട്ടിപ്പിനായിരുന്നു ശ്രമമെന്നും വ്യക്തമായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.